നവൈത്തുൽ ഇഅ്തികാഫ ഫീ ഹാദൽ മസ്ജിദി ലില്ലാഹി തആല എന്ന നിയ്യത്തോടുകൂടെ അള്ളാഹുവിൻ്റെ പള്ളിയിലുള്ള ഈ ഒത്തുകൂടൽ അള്ളാഹു നമ്മുടെ പക്കൽ നിന്ന് സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ജല്ല ജലാലുവായ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാർക്ക് ആത്മാവ് നൽകി, ശരീരം നൽകി. ആ ശരീരത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ പ്രദേശത്തിൻ്റെ സ്വഭാവമനുസരിച്ച് വളരുവാനുള്ള സാഹചര്യവും അല്ലാഹു നൽകുകയാണ്. അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ ഈ രാജ്യത്തിൻ്റെ സ്വഭാവമനുസരിച്ച് നമുക്ക് വളരാനുള്ള വിഭവങ്ങൾ അല്ലാഹു നമുക്ക് ഒരുക്കി തരികയാണ്. നമ്മുടെ നാടുകളിൽ ചക്കയും മാങ്ങയും ഒക്കെ സുലഭമാണ്. അപ്പം അതൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ വളരേണ്ടത്. എന്നാൽ അറേബ്യൻ കൺട്രികളിൽ അവിടെ ഈന്തപ്പഴവും, അറേബ്യയിൽ തന്നെ ചില സ്ഥലങ്ങളിൽ അത്തിപ്പഴവും, മറ്റ് ചില സ്ഥലങ്ങളിൽ ഉറുമാമ്പഴവും ഇതൊക്കെ സുലഭമാണ്. അതൊക്കെ കഴിച്ചിട്ടാണ് അവർ വളരേണ്ടത്. അവിടുത്തെ സാഹചര്യം ആ രൂപത്തിലാണ്. ഇങ്ങനെ ഓരോ പ്രദേശത്തിന് ആവശ്യമുള്ള ആ പ്രദേശത്തിൻ്റെ ക്ലൈമറ്റ് അനുസരിച്ച് മനുഷ്യ ശരീരത്തിന് ആവശ്യമുള്ളതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിനെ സംബന്ധിച്ച് റബ്ബ് എന്ന് പറയുന്നത്. റബ്ബ് എന്ന് പറഞ്ഞാൽ പോറ്റി വളർത്തുന്നവൻ, മനുഷ്യർക്ക് ആവശ്യമുള്ള സാധനങ്ങളെ ആവശ്യമുള്ള സമയത്ത് കൊടുക്കുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ അല്ലാഹു നമ്മുടെ ശരീരത്തെ നമുക്ക് ആവശ്യമുള്ള ഓരോ സാധനങ്ങളും നമുക്ക് തന്നു. നമുക്ക് ആവശ്യമുള്ള മരുന്നുകൾ അല്ലാഹു ഈ ഭൂമിയിൽ തന്നെ ആ മരുന്നുകളൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ അല്ലാഹു ജല്ല ജലാലുഹു ഒരുക്കി. ഇവിടെ ഈ ശരീരം ഈ ഭൂമിയിൽ വരുന്നതിൻ്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന ആത്മാവിനെ അല്ലാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിൽ 4-ാമത്തെ മാസത്തിൽ റൂഹ് ഊതുക. പക്ഷേ ആ 4-ാം മാസത്തിന്റെ മുമ്പ് തന്നെ ജീവൻ ഉണ്ടാകാറുണ്ട്. ജീവൻ, റൂഹ് ഇത് രണ്ടാണ് എന്ന് നമ്മൾ പലപ്പോഴും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ശരീരത്തിൽ ജീവൻ അതിന്റെ മുമ്പ് കുട്ടിക്ക് ഇളക്കം ഒക്കെ നേരത്തെ തന്നെ ഉണ്ടാകുമെങ്കിലും റൂഹ് ഊതുക എന്ന് പറഞ്ഞാൽ റൂഹുമായി ശരീരത്തിന് അല്ലാഹു ഒരു ബന്ധം നൽകുക എന്നാണ് അതിന്റെ അർത്ഥം. ആ ബന്ധം നൽകുക. അതുകൊണ്ട് തന്നെ ഉലമാക്കൾ ഈ റൂഹ് അല്ലാഹു എന്നോ സൃഷ്ടിച്ചിട്ടുണ്ട്. അത് അള്ളാഹിന്റെ സൃഷ്ടി തന്നെയാണ്. അല്ലാഹു എന്നാണ് നമ്മുടെ ശരീരത്തിലുള്ള ഈ റൂഹ് സൃഷ്ടിച്ചത് എന്ന് അറിഞ്ഞുകൂടാ. നമ്മുടെ ശരീരത്തിലുള്ള റൂഹ് അതിന് മറ്റൊരു ശരീരത്തിൽ അതിൻ്റെ കണക്ഷൻ ഉണ്ടാവൂല. നമ്മുടെ ശരീരത്തിലുള്ള റൂഹ് നമ്മുടെ ശരീരത്തിൽ നിന്ന് വിട പറഞ്ഞാൽ അത് അല്ലാഹു റൂഹിനിക്ക് തയ്യാറാക്കപ്പെട്ട ആ സ്ഥലത്തേക്ക് അത് പോകും. അൽ അർവാഹു ജുനൂദും മുജന്നദ ഇദാ തആറഫ ഇഖ്തലഫ വഇദാ തനാക്കറ ഇഫ്തറഖ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഈ റൂഹുകൾ എന്നുള്ളത് സുസംഘടിത ശക്തികളാണ്. ജുനൂദും മുജന്നദ. റൂഹുകൾക്ക് പരസ്പരം അറിയാനും പരിചയപ്പെടാനും ബന്ധപ്പെടാനും ഒക്കെ അർവാഹുകൾക്ക് സാധിക്കും. അർവാഹുകളെ അല്ലാഹു അതിന് തയ്യാറാക്കപ്പെട്ട സ്ഥലത്ത് അർവാഹുകൾ ഉണ്ടാകുമ്പോൾ തന്നെ അർവാഹുകൾ തമ്മിൽ ബന്ധപ്പെടാൻ, റൂഹുകൾ തമ്മിൽ ബന്ധപ്പെടാൻ സാധിക്കും. ഔലിയാക്കന്മാരായ ആളുകൾക്ക് പ്രത്യേകമായി സാധിക്കും. ഇവിടെയുള്ള ഒരു വലിയനിക്ക് സൗദിയിലുള്ള വലിയുമായി ബന്ധപ്പെടാൻ, ആത്മീയപരമായി ബന്ധപ്പെടാൻ സാധിക്കും. നല്ല ഒരു ഷെയ്ഖിന്റെ നിയന്ത്രണത്തിൽ തെർബിയത്തിൽ കഴിയുന്ന വ്യക്തിയാണെങ്കിൽ ആ ഷെയ്ഖ് ഇവനുമായിട്ട് ആത്മീയമായി റൂഹുമായിട്ടുള്ള ബന്ധമുണ്ടാകും, റൂഹിയായ ബന്ധമുണ്ടാകും. റൂഹിനിക്ക് എത്രയോ കിലോമീറ്റർ അകലെയുള്ളതുമായി ബന്ധപ്പെടാൻ സാധിക്കും. നമ്മുടെ ശരീരത്തിനാണ് ഒരുപാട് തടസ്സങ്ങൾ, ബന്ധപ്പെടാനുള്ള തടസ്സങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിനാണ്. റൂഹിന് എത്രയോ ഡിസ്റ്റൻസ്, അതൊന്നും റൂഹിനിക്ക് പ്രശ്നമല്ല. ഒരേ അവസരത്തിൽ തന്നെ ഒരുപാട് അർവാഹുകളുമായിട്ടും റൂഹിനിക്ക് ബന്ധപ്പെടാൻ സാധിക്കും. ആ രൂപത്തിലാണ് അല്ലാഹു റൂഹിനെ സംവിധാനിച്ചിട്ടുള്ളത്. അപ്പൊ ഔലിയാക്കന്മാർ തമ്മിലും
ഔലിയാക്കന്മാരും അവരുടെ മുരീദന്മാരുടെ മുഹിബ്ബീങ്ങൾ തമ്മിലൊക്കെയുള്ള കണക്ഷനുകൾ റൂഹിയായ ആത്മീയമായ കണക്ഷനുകളാണ്. ഈ റൂഹിനെ നല്ല ചിന്തകളെ കൊണ്ടും നല്ല പ്രവർത്തനങ്ങളെ കൊണ്ടും റൂഹിനെ മനോഹരമാക്കുമ്പോൾ ആ റൂഹിനിക്ക് റൂഹ് എന്നും, എന്നാൽ ആ റൂഹിനെ ചീത്ത പ്രവർത്തനങ്ങളെ കൊണ്ടും ചീത്ത ചിന്തകളെ കൊണ്ടും മലീമസമാക്കുമ്പോൾ അതിനിക്ക് നഫ്സ് എന്നും പറയുന്നു. നഫ്സും റൂഹും രണ്ടും ഒന്ന് തന്നെയാണ്. രണ്ട് പരിഗണന, രണ്ട് രൂപത്തിൽ അത് വ്യത്യാസപ്പെടുന്നു എന്ന് മാത്രം. നല്ല രൂപത്തിൽ ചിന്തിച്ചു, നല്ല രൂപത്തിൽ ചിന്തിക്കണമെങ്കിൽ പരിശുദ്ധമായ ശരീഅത്തുൽ ഇസ്ലാമിനെ സംബന്ധിച്ച് അറിയണം. നല്ല നിലയ്ക്ക് ചിന്തിക്കണം. ചിലപ്പോൾ ഒരാള് നമ്മുടെ അയൽപക്കത്ത് താമസിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ വീട്ടിലുള്ള പ്ലാവ് അത് നമ്മുടെ പറമ്പിന്റെ അതിർത്തിയോട് ചേർന്നിട്ടാണ് അതുള്ളത്. അതും വന്ന് ചക്ക അങ്ങനെ വീഴുന്നുണ്ട് നമ്മുടെ പറമ്പിലേക്ക്, അതും നമ്മുടെ മുറ്റത്തേക്ക്, അല്ലെങ്കിൽ നമ്മുടെ അടുക്കളയുടെ ഭാഗത്ത് കുട്ടികളൊക്കെ പെരുമാറുന്ന, സ്ത്രീകളൊക്കെ പെരുമാറുന്ന സ്ഥലത്തേക്ക് നല്ല ഉയരത്തിൽ നിന്ന് ചക്ക അങ്ങനെ ബോംബ് വീഴുന്ന മാതിരി വീഴും. എന്നിട്ട് അങ്ങനെ ചളിപുളിയാവും. ഇവനോട് ഈ പ്ലാവ് വെട്ടാൻ പറഞ്ഞാലും വിട്ടൂല്ല. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഓനോടൊരു മാനസികമായി ഒരു അകൽച്ച. അങ്ങനെ അകൽച്ച ഉണ്ടാകുമ്പോൾ നമ്മുടെ പറമ്പിൽ നിന്നിട്ട് ഒരു തെങ്ങ് അതെന്തോ കാരണവശാൽ വളഞ്ഞിട്ട് ഓന്റെ പറമ്പുമ്പോ പോയി നിൽക്കുക, ഓന്റെ പറമ്പിലേക്ക് അതിന്റെ തേങ്ങ വീഴുന്നുണ്ട്. പലപ്പോഴും തേങ്ങ വീണിട്ട് ഓന്റെ ഓട് പൊട്ടുന്നുണ്ട്, ചിലപ്പോൾ ഓന്റെ ഷീറ്റ് പൊട്ടുന്നുണ്ട്. ഓൻ ആ തേങ്ങ നടാൻ വേണ്ടി പറയുന്നു, നമ്മൾ ഇടുന്നില്ല, എത്ര ആയിപ്പോ ഓന്റെ ചക്ക കൊണ്ട് ഞാൻ സഹിക്കണം, ഓനും കുറച്ച് സഹിക്കട്ടെ, ഓനക്ക് അപ്പോഴേ മനസ്സിലാവുള്ളൂ, കുറച്ച് ഓന്റെ ഓടൊക്കെ ഒന്ന് പൊട്ടട്ടെ, അപ്പോഴേ ഓനക്ക് തിരുള്ളൂ. ഇത് ചീത്ത ചിന്തയാണ്. ഞാൻ പറഞ്ഞു തരുന്നു, ഇതൊരു ചീത്ത ചിന്തയാണ്. എന്നെ കൊണ്ട് പോകാൻ ബുദ്ധിമുട്ടാൻ പാടില്ലല്ലോ കുറച്ചാണ്. എൻ്റെ തേങ്ങ പോകാൻ്റെ അവിടേക്ക് വീണിട്ട് ഒരു ബുദ്ധിമുട്ട് പോകാൻ ഉണ്ടാവാൻ പാടില്ലല്ലോ. അപ്പം നമ്മളെ മനസ്സ് പറയും, എത്ര ആയി പോകാൻ്റെ വലിയ ചക്ക നമ്മൾ സഹിക്കണം എന്നു തന്നെയാണ് പണി. ആ ചക്ക എന്നിട്ട് അത് കുഴിച്ചിടലും അത് അങ്ങനെ എടുത്തോലും തന്നെയാണ് പണി. എന്നാൽ കുറച്ച് അങ്ങനെ ആയിക്കോട്ടെ. അപ്പം നഫ്സ് അപ്പം പറയും എന്താ അങ്ങനെ 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 ആവട്ടെ. അത് ചീത്ത നഫ്സാണ്. അവനങ്ങനെ ചെയ്യുന്ന അത് ഓൻ്റെ വിവരദോഷം കൊണ്ട്. ഓനക്കത് അറിയില്ല, ഒരു അയൽവാസിയോട് എങ്ങനെ പെരുമാറേണ്ടത് ഓനക്കറിയില്ല. അതുകൊണ്ട് ഓനങ്ങനെ ചെയ്യുന്നു. ഓൻ്റെ പിലാവിൻ്റെ കൊമ്പൊന്ന് ഓനക്ക് വെട്ടിയാൽ മതി, അത് ഓന് ചെയ്യൂല. അപ്പോ അത് ഞാൻ സഹിക്കുക. അതുകൊണ്ട് എന്നെ കൊണ്ട് ഓൻ ബുദ്ധിമുട്ടാൻ പാടില്ല, ഓൻ്റെ റോഡും പൊട്ടാൻ പാടില്ല, അവനക്ക് അത് ഒന്നും സംഭവിക്കാൻ പാടില്ല. തേങ്ങടാൻ ആളെ കിട്ടാത്തതുകൊണ്ട് ഇപ്പൊ പല അയൽവാസികൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രശ്നങ്ങളാണ്. തേങ്ങ അങ്ങോട്ട് വീണിട്ട് അവിടെ ഓട് പൊട്ടും, അവിടെ ഷീറ്റും അങ്ങനാവും എന്നുള്ള പ്രശ്നങ്ങൾ അത് മൊത്തത്തിൽ എല്ലായിടത്തും ഉള്ളതാണ്. ചെറിയ വീടുകൾ, ചെറിയ സ്ഥലങ്ങളിൽ 10-15 സെന്റ് സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ 5-5.5 സെന്റ് സ്ഥലങ്ങളിലൊക്കെ 3 സെന്റിലൊക്കെ വീടെടുക്കുന്ന ആൾക്കാർ. പിന്നെ നാട്ടില് ഒരു സഹോദരി വീടെടുക്കുന്ന 1.5 സെന്റിലാണ്, വേറെ സ്ഥലമില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ആവുമ്പോ ഇവിടെയൊക്കെ നമ്മളോട് അള്ളാഹു എന്താണോ കൽപ്പിച്ചത് അവൻ ചെയ്യുന്നതിനനുസരിച്ച് അങ്ങോട്ട് തിരിച്ചു ചെയ്യുക എന്നല്ല. അള്ളാഹ് എന്നോട് എന്താണ് പറഞ്ഞിരിക്കുന്നത്, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് എന്താണ് കൽപ്പിച്ചിരിക്കുന്നത് അത് ഞാൻ ചെയ്യണം. അതിന് പിന്നെ ഓനെങ്ങനെ ചെയ്യുന്നു മറ്റത് ചെയ്യുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതില്ല. അപ്പൊ ചീത്ത ചിന്തകൾ വേഗം കടന്നു വരും, ചീത്തയായ ചിന്തകൾ വേഗം മനസ്സിലേക്ക് കടന്നു വരും. അതോടുകൂടെ ചീത്ത പ്രവർത്തനങ്ങളും കടന്നു വരും. അതിനൊക്കെ തടുത്തു നിർത്തണമെങ്കിൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ നിയമങ്ങൾ, അഹ്കാമുകൾ നമുക്ക് അറിയണം. അങ്ങനെ അറിയുമ്പോഴേ അതിനെ തടുത്തു നിർത്താൻ സാധിക്കുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ നല്ല പ്രവർത്തനങ്ങൾ, നല്ല ചിന്തകൾ അത് കിട്ടണമെങ്കിൽ നല്ല ആളുകളുമായി കൂട്ടുകൂടണം. നല്ല ആളുകളുമായി കൂട്ടുകൂടുന്ന അവസരത്തിലെ അങ്ങനെ നല്ല സ്വഭാവങ്ങൾ അവരിൽ നിന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കുള്ളൂ. സുഹബത്ത്, മഹാന്മാരായ സ്വാലിഹീങ്ങളായ ആൾക്കാർ അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കിയിരുന്ന ഒന്നായിരുന്നു സുഹബ. സുഹബ എന്ന് പറഞ്ഞാൽ നല്ല ആളുകളുമായിട്ടുള്ള ഇടപഴക്കം. നല്ല ആളുകളുമായിട്ടുള്ള ഇടപഴക്കം കൊണ്ട് വർഷങ്ങളായി നമ്മുടെ മനസ്സിൽ അടിഞ്ഞുകൂടിയ ചീത്ത ചിന്തകളും ചീത്ത വിചാരങ്ങളും ഇല്ലാതെയായി പോകും. നമ്മുടെ വാക്കുകളിൽ നിന്ന് വരുന്ന തകരാറുകൾ, പ്രവർത്തനങ്ങളിൽ നിന്ന് വരുന്ന തകരാറുകളൊക്കെ അവരിങ്ങനെ പരിഹരിച്ചു തരും. ഇപ്പൊ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു വലിയ
അനുഭവമായിരുന്നു ബഹുമാനപ്പെട്ട തലപ്പാറ പൂക്കോയത്തങ്ങൾ അവരുടെ ജീവിതത്തെ പറ്റിയിട്ട് അവരുടെ മകൻ പറഞ്ഞ കാര്യം. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, ഇവിടെയും പറയാറുണ്ട്. തലപ്പാറ പൂക്കോയത്തങ്ങൾ കൊറോണയിൽ മരിച്ചവരാണ്. എനിക്കൊന്നും പോകാൻ പറ്റിയിട്ടില്ല, ജനാസയിൽ നിന്ന് ഒന്ന് പങ്കെടുക്കാൻ പറ്റാത്ത രൂപത്തിൽ ആ കൊറോണയുടെ തീവ്രത എന്ന സമയത്താണ്. കൊറോണയുടെ തീവ്രത അത് മേലെ കോളൻ റൂട്ടിൽ കൊറോണ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ കൂടെ പോകാൻ പറ്റിയിരുന്നില്ല, അങ്ങനത്തെ ഒരു കാലമായിരുന്നു. അതേമാതിരി മരിച്ചിട്ടുണ്ടെങ്കിൽ എത്രയോ അടി താഴേക്ക് കവറ് കുഴിച്ചിട്ട് അതിൽ ഉപ്പും മറ്റതൊക്കെ കൊണ്ടിട്ടിട്ട് ക്രൈനിലായിരുന്നു ഒരു മയ്യത്ത് താറ്റിയത്. ക്രൈനിൽ പരപ്പനങ്ങാടിയിൽ അബ്ദുൽ മജീദ് എന്ന് പറഞ്ഞൊരു ഫുട്ബോൾ കളിക്കാരൻ മരിച്ചിട്ട് അത് ക്രെയിനിൽ താഴ്ത്തുന്ന ആ ഫോട്ടോ ഞാൻ പത്രത്തിന്റെ കട്ടിങ്ങൾ എടുത്തിച്ചിരിക്കുക. കുറെ കാലം കഴിഞ്ഞിട്ട് നമ്മൾ കുട്ടികൾക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ, അങ്ങനൊക്കെ അവിടെ നടന്നിട്ടുണ്ടെന്ന് കാണിച്ചു കൊടുക്കാൻ. അതിങ്ങനെ ക്രെയിനിൽ തൂക്കിയിട്ടാണ്, അടുത്തേക്ക് ആർക്കും അടുക്കാൻ പറ്റിയിരുന്നില്ല. അങ്ങനെ കുപ്പായും മറ്റൊക്കെ ഇട്ട് ആ രൂപത്തിൽ എന്തൊക്കെ മാസ്കും മറ്റൊക്കെ ഇട്ടിട്ടാണ് മയ്യത്ത് കബറടക്കിയിരുന്നത്. നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ഇവിടെ നിൽക്കും, മയ്യത്ത് നിസ്കാരത്തിന് ഒരാൾ ഇവിടെ നിൽക്കും, ഒരാൾ അവിടെ നിൽക്കും, ഒരാൾ മറ്റൊരിടത്ത് നിൽക്കും. ഇങ്ങനെയാണ് നിസ്കരിക്കുക. അതൊക്കെ പിന്നീടൊക്കെ മനസ്സുഖായിപ്പോയി. പിന്നീട് ആ നിയമങ്ങളൊക്കെ എന്ത് ചെയ്ത് പോയി, അതൊക്കെ നമ്മൾ കണ്ടതല്ലേ. ആ സമയത്താണ് മഹാനായ പൂക്കോയത്തങ്ങൾ മരിച്ചത്. അപ്പൊ തങ്ങളോട് തങ്ങളുടെ ഭാര്യയും കൊറോണ പിടിച്ച ആശുപത്രിയിലിരുന്നപ്പോ അപ്പൊ മകനോട് ഉമ്മ പറഞ്ഞു എന്ന് എപ്പോഴും ആ മകൻ എന്നോട് പറയും. ഉമ്മ പറഞ്ഞു, ബാപ്പ മരിച്ച ഉടനെ എന്നോട് ഉമ്മ പറഞ്ഞു, മോനെ ഓല അങ്ങനെ വിളിക്കാം, തങ്ങന്മാരൊക്കെ അങ്ങനെ വിളിക്കാം, മോനെ നിങ്ങളപ്പ മക്കളൊക്കെ നിങ്ങളെന്നാണ് തങ്ങന്മാര് വിളിക്കുക, മക്കളൊക്കെ നിങ്ങളെന്നാണ് വിളിക്കുക. മോനെ നിങ്ങളപ്പ എന്നോട് ദേഷ്യപ്പെട്ടിട്ടില്ല കേട്ടോ, നിങ്ങളപ്പ എന്നോട് ദേഷ്യപ്പെട്ടിട്ടില്ല കേട്ടോ. അവര് നല്ല ഒരു അംഗീകാരമാണ്. ഒരു ഭാര്യ ഭർത്താവിന് കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റാണ്. ഒരു ഭാര്യ ഭർത്താവിന് കൊടുക്കുന്നത്. ഭാര്യയും ഭർത്താവും തമ്മിൽ ഒന്നിച്ച് ജീവിക്കുന്ന അവസരത്തിൽ ദേഷ്യപ്പെടാണ്ട് ഒരുപാട് രംഗങ്ങളൊക്കെ ഉണ്ടാവും. എത്ര വലിയ സ്നേഹമുള്ളവരാണെങ്കിലും, എത്ര വലിയ ബന്ധമുള്ള ആൾക്കാരായിരുന്നാലും, എത്ര വലിയ തറവാട്ടുകാരായിരുന്നാലും ശരി, അതൊക്കെ ഉണ്ടാവും. എത്ര വലിയ ആര്യമായിരുന്നാലും അതൊക്കെ ഒന്നിച്ച് ജീവിക്കുന്ന അവസരത്തിൽ, രണ്ടു കുടുംബം തമ്മിൽ ഒന്നിച്ച് ജീവിക്കുന്ന അവസരത്തിൽ മനുഷ്യന്മാരാവുമ്പോൾ അതൊക്കെ ഉണ്ടാവും. പക്ഷെ അവിടെയൊക്കെ മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബി ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു തആല അൻഹു ആത്മാവിനെ ശുദ്ധമാക്കാൻ പറഞ്ഞ ആത്മാവിന്റെ പ്രധാനപ്പെട്ട 12 രോഗങ്ങൾ, ആത്മാവിനുണ്ടാകുന്ന പ്രധാനപ്പെട്ട സുപ്രധാനമായ 12 രോഗങ്ങൾ, ഉമിൻ അദ്വാഹിൽ അദീമ, ഏറ്റവും വലിയ രോഗങ്ങൾ എന്ന് പറഞ്ഞിട്ട് മഹാനവറുകൾ 12 രോഗങ്ങളെ വിശദീകരിച്ചത് കഴിഞ്ഞ കൊല്ലം ഇടക്കിടക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് വളബാണ്, ദേഷ്യമാണ്. ആദ്യം പറഞ്ഞ അതാണ്. ആത്മാവിനെ മലീമസമാക്കുന്ന, ആത്മാവിനെ വളരെ മോശമാക്കുന്ന സ്വഭാവത്തിൽ നിന്നിട്ട് ഒന്നാമത്തെ ഫസ്റ്റ് ദോഷം വളബാണ്, ദേഷ്യമാണ്. ആ ദേഷ്യത്തെ അടക്കി വെക്കാൻ കഴിയണം, പിടിച്ചു വെക്കാൻ കഴിയണം. അത് പെട്ടെന്നുണ്ട് വരിക. അത് നമ്മളോട് നേരത്തെ തന്നെ പറഞ്ഞിട്ട് സമ്മതൊക്കെ ചോദിച്ചിട്ട് വരികയാണെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് സമ്മതൊക്കെ ഞാൻ ഒരു 10 മണിക്ക് ദേഷ്യം വരും എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഒരുങ്ങിയിരിക്കുന്നു. അത് വരൂല, അത് പെട്ടെന്നാണ് വരിക. അപ്പൊ ആ വരുന്ന അവസരത്തിൽ അത് പിടിച്ചു വെക്കാൻ കഴിയണം. പെട്ടെന്നാണ് അയൽവാസി എന്തെങ്കിലും കാട്ടലുണ്ടാവുക, അല്ലെങ്കിൽ ഓന്റെ ഓലമടൽ പെട്ടെന്ന് നീക്കാരങ്ങോട്ട് വിടുക. അപ്പോൾ നീക്കാരൻ ഓനോട് എത്ര വട്ടം പറഞ്ഞതാണ് ഓനോട് ആ തെങ്ങൊന്ന് വലിച്ചു കെട്ടാൻ വേണ്ടി എത്ര വട്ടം പറഞ്ഞപ്പോ ആ ഓല വീണിട്ട് നമ്മളെ ഷീറ്റ് പൊട്ടിയില്ലേ, നീ ഇത് എങ്ങനെ ശരിയാക്കുക? അപ്പൊ ദേഷ്യം പിടിച്ചിട്ടോ എന്റെ നേരക്കാണ്ട് പോകും. അതിനോടല്ലേ പറഞ്ഞ് അപ്പോഴാണ് ദേഷ്യം, അപ്പോഴാണ് പെട്ടെന്ന് വരുന്നത്. അപ്പൊ ഇതിനായിട്ട് ഞാൻ ഓനവിടെ ഉണ്ടോ, ഞാൻ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് 2 വാക്ക് പറയുന്നു, ഒറ്റപ്പാടും ബഹളമൊക്കെ അങ്ങനെ. കുറച്ച് കഴിയട്ടെ അപ്പൊ അവിടെ പിടിച്ചു വെക്കാൻ കഴിയണം. അതുകൊണ്ട് അൽ അജ്ലത്തു മിന ശൈത്താൻ, ധൃതി പിടിച്ചിട്ട് ഒരു കാര്യം ചെയ്യരുത്, അത് പിശാചിന്റെ വക്കൽ നിന്നുള്ള. ധൃതി പിടിച്ചിട്ട് ഒരു കാര്യം ചെയ്യരുത്, അത് പിശാചിന്റെ വക്കൽ നിന്നുള്ള. പിശാചാണ് ധൃതി പിടിച്ചിട്ട് കാര്യം ചെയ്യാൻ പ്രേരിപ്പിക്കൽ. അങ്ങനെയാണ് അൽ അജ്ലത്തു മിന ശൈത്താൻ എന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ കാണാം. അത് പിശാചിന്റെ പ്രേരകമാണ്. ധൃതി പിടിച്ചിട്ടൊന്നും ചെയ്യരുത്. ഇബാദത്തുകളിലൊക്കെ ധൃതിയാകാം, ഇബാദത്തിന് വേണ്ടിയിട്ട് ധൃതിയിൽ തിരക്ക് കൂട്ടാം, നല്ല കാര്യത്തിന് വേണ്ടിയൊക്കെ ആകാം. അല്ലാത്ത വിഷയങ്ങളിലൊക്കെ തന്നെ എല്ലാത്തിനും ഒരു സാവധാനത വേണം എന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. കിതാബിൽ ധാരാളം കാണാൻ സാധിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ആത്മാവ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സ്വാലിഹീങ്ങളുടെ ജീവിതം നമുക്ക് കാണിച്ചു തന്നിട്ട് ആ ആത്മാവിനെ നമ്മൾ പരിപോഷിപ്പിച്ചു കഴിഞ്ഞാൽ
സുബ്ഹാനല്ലാഹ്. അങ്ങനെ ആത്മാവ് ശുദ്ധിയായിട്ട് വരുന്ന ഒരു ചിരിയുണ്ട്, ഒരു പുഞ്ചിരിയുണ്ട്. ആ ചിരി കൊണ്ട് വീട് മുഴുവനും പ്രകാശിക്കും, നമ്മുടെ കുടുംബം മുഴുവനും പ്രകാശിക്കും. നമ്മുടെ വീട്ടിലേക്ക് കയറി വന്ന മരുമകൾക്ക് നമ്മുടെ വീട് വല്ലാത്ത ഒരു സന്തോഷമുള്ള വീടായി മാറും. നമ്മുടെ മക്കൾക്ക് നമ്മുടെ വീട്ടിലേക്ക് വരാൻ വലിയ സന്തോഷമുണ്ടാകും. ജ്യേഷ്ഠന് അനുജനെ കാണാൻ സന്തോഷമുണ്ടാകും, അനുജനക്ക് ജ്യേഷ്ഠനെ കാണാൻ സന്തോഷമുണ്ടാകും. അനുജന്മാരും ജ്യേഷ്ഠന്മാരും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതെയാകും. ആത്മാവ് പരിശുദ്ധമായി കൊണ്ടുള്ള ഒരു ചിരിയുണ്ട്. എന്ന് ഹദീസിൽ കാണാം. നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കിയിട്ടുള്ള ഒരു പുഞ്ചിരി, അതൊരു വല്ലാത്ത ഒരു സദഖയാണ്. അത് അവനക്ക് നൽകുന്ന വലിയൊരു സദഖയും നിന്റെ മനസ്സിന് നൽകുന്ന വലിയ ഒരു ആശ്വാസവുമാണ്. ഒരു സഹോദരനെ കാണുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കുക, പുഞ്ചിരിച്ചുകൊണ്ട് തുടങ്ങുക. അത് സഹോദരനാവട്ടെ, സഹോദരിയാവട്ടെ, വീട്ടിലെ അമ്മായിമ്മയാവട്ടെ, അതേപോലെ തന്നെ മരുമകളാവട്ടെ, മരുമകനാവട്ടെ, ഇവരോടൊക്കെ പുഞ്ചിരിച്ചുകൊണ്ട്. ഇവിടെയൊക്കെ തന്നെ പ്രശ്നം വരുന്നത് ദേഷ്യമാണ്. അവർ നമ്മോട് ചെയ്ത നമ്മുടെ അവകാശത്തെ സംബന്ധിച്ച് നമുക്ക് വല്ലാത്ത ബോധം, നമ്മുടെ അവകാശത്തെ പറ്റി വല്ലാത്ത ബോധം. ഇല്ലാത്ത അവകാശങ്ങളൊക്കെ ഉണ്ടാക്കും ചെയ്യാം. ഭാര്യന്റെ വീട്ടുകാർ അത് ചെയ്തില്ല, ഭാര്യന്റെ വീട്ടുകാർ ഇത് ചെയ്തില്ല, ഭാര്യ വീട്ടുകാർക്ക് ഒരു അവകാശവും ഇല്ല. നമ്മളൊരു പെണ്ണെട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പെണ്ണിന്റെ വീട്ടുകാർക്ക് നമ്മോട് ഒരു കടപ്പാടുമില്ല, ഒന്നും ചെയ്തു തരേണ്ടതില്ല, ഒരു കടപ്പാടില്ല. ആ പെണ്ണിന് അങ്ങോട്ട് നമ്മൾ ചെയ്തു കൊടുക്കാന്നല്ലാതെ ഭാര്യ വീട്ടുകാർക്ക് ഒന്നും ചെയ്യേണ്ട കടപ്പാടില്ല. അവരത് ചെയ്തില്ല, അവരിത് ചെയ്തില്ല, മറ്റത് ചെയ്തില്ല, ആ സ്വർണ്ണം അങ്ങനെ ആക്കിയില്ല, ഇങ്ങനെ ആക്കിയില്ല. ഇതൊക്കെ ഹൃദയത്തിന്റെ മനസ്സിന്റെ മലീനിസം കൊണ്ടുവരുന്ന ഒന്നാണ്. എനിക്ക് അവരൊന്നും ചെയ്യേണ്ടതില്ലല്ലോ, എന്റെ മേലെ അവർക്കൊരു കടമയും കടപ്പാടും ഇല്ലല്ലോ, ഞാൻ അങ്ങോട്ടാണല്ലോ ചെയ്തു കൊടുക്കേണ്ടത്, എനിക്കൊരു കടപ്പാടും കടമയൊന്നും ഇല്ലല്ലോ എന്നാണ് നമ്മൾ എപ്പോഴും അവിടെ മനസ്സിലാക്കേണ്ടത്. ഇല്ലാത്ത കടപ്പാടുകളും ഇല്ലാത്ത ബാധ്യതകളും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കുമിഞ്ഞുകൂടുകയാണ്. അങ്ങനെ കുമിഞ്ഞുകൂടുമ്പോഴാണ് ഈ ചീത്ത ചിന്താഗതികൾ വരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ആകത്തുക, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഈ ആത്മാവ്, ആ ആത്മാവ് എന്നാണ് അള്ളാഹു സൃഷ്ടിച്ചതെന്ന് അറിയില്ല. നമ്മുടെ വിശ്വാസപ്രകാരം ഒരു മനുഷ്യ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപിരിഞ്ഞാൽ പിന്നെ മറ്റൊരു മനുഷ്യ ശരീരവുമായി അതിന് ബന്ധം ഉണ്ടാവില്ല. അത് അവന്റെ ശരീരവുമായിട്ട് ബന്ധം ഉണ്ടാവുള്ളൂ. ഹിന്ദുക്കളെ വിശ്വാസപ്രകാരം അങ്ങനല്ല. ഈ ആത്മാവ് മറ്റൊരു ആത്മാവുമായി ബന്ധപ്പെടും എന്നൊക്കെയാണ് അവരുടെ വിശ്വാസമുള്ളത്. നമ്മുടെ വിശ്വാസപ്രകാരം നമ്മോട് കൽപ്പിക്കപ്പെട്ടതനുസരിച്ച് ഈ ആത്മാവ് പിന്നെ മറ്റൊരു ശരീരവുമായി അത് ബന്ധപ്പെടുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തയ്യാറാക്കപ്പെട്ട ആ സ്ഥലത്തേക്ക് ആത്മാവ് പോവും. അവിടെ നേരത്തെ പരിചയമുള്ള ആൾക്കാരുടെ ആത്മാവ് അവിടെ ഉണ്ടെങ്കിൽ ഓര് തമ്മിൽ പരിചയപ്പെടും. നേരത്തെ പരിചയമുള്ള നല്ല ആത്മാക്കളൊക്കെ അവിടെ ഉണ്ടെങ്കിൽ അവരുമായി ബന്ധപ്പെടുകയും സംസാരിക്കുകയും അവരുമായി കണക്ഷൻ സ്ഥാപിക്കുവാനൊക്കെ, ചങ്ങാത്തം സ്ഥാപിക്കുവാനും ഈ ആത്മാക്കൾക്ക് സാധിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ശരീരമാണ് ഉമ്മയുടെ ഗർഭാശയത്തിൽ വെച്ച് നിർമ്മിക്കപ്പെടുന്നത്. ആത്മാവിന്റെ ലോകത്ത് നമ്മൾ ജീവിച്ചിട്ടുണ്ട്. എത്ര കാലമാണ് ആത്മാവിന്റെ ലോകത്ത് ജീവിച്ചതെന്ന് അറിഞ്ഞൂടാ. പിന്നെ അതിനുശേഷം ഉമ്മയുടെ ഗർഭാശയത്തിൽ ജീവിക്കുന്നു, അതിനുശേഷം ഭൂമിയിൽ ജീവിക്കുന്നു, അതിനുശേഷം ഖബറിൽ ജീവിക്കുന്നു. ആ ഖബറിൽ നിന്നിട്ടുള്ള പുനർജന്മവും മഹ്ശറിൽ നമ്മൾ ഒരുമിച്ച് കൂടുന്നതും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ചൊക്കെ പറഞ്ഞു. മഹ്ശർ എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരെ ഒരുമിച്ച് കൂട്ടുന്ന സ്ഥലം എന്നാണ്. അപ്പൊ മനുഷ്യന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല 40 വിഭാഗമായാണ് ഖബറിൽ നിന്ന് മഹ്ശറിലേക്ക് അല്ലാഹു കൊണ്ടുപോവുക. 40 വിഭാഗമായിട്ടാണ് കൊണ്ടുപോവുക. അതില് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, കുരങ്ങന്മാരെ രൂപത്തിൽ മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടുന്ന ആൾക്കാരുണ്ട്. കുരങ്ങന്മാരെ കോലത്തിന്. അത് ജനങ്ങളിൽ ഫിത്നയും ഫസാദും ഉണ്ടാക്കുന്ന ആൾക്കാർ. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളെ കൊണ്ടൊരു ഫിത്ന ഉണ്ടായിക്കൂടാ, നമ്മളെ കൊണ്ടൊരു ഫസാദ് ഉണ്ടായിക്കൂടാ എന്ന് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടതാണ്. ജനങ്ങളിൽ ഫിത്ന ഉണ്ടാക്കുന്ന ഫത്താനൂന ഫിന്നാസ്, ഫിത്ന ഉണ്ടാക്കുന്ന ആൾക്കാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല കുരങ്ങന്മാരെ കോലത്തിലാണ് മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടുക. മറ്റൊന്ന് പന്നികളെ കോലത്തിലാണ് ഒരുമിച്ച് കൂട്ടുക. അനധികൃതമായി അള്ളാഹു അനുവദിക്കാത്ത മാർഗത്തിലൂടെ ധനം സമ്പാദിക്കുന്നവരാരോ അവരൊക്കെ പന്നികളെ കൂട്ടത്തിലായിരിക്കും. മറ്റൊരു കൂട്ടക്കാർ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവരെ മുഖം താഴോട്ട് വെച്ച്, മുഖം നിലത്ത് വെച്ച്
കാലിങ്ങനെ പിടിച്ച് വലിച്ച രൂപത്തിലാണ് അവരെ കൊണ്ടുപോവുക. വനഹ്ശുറുഹും യൗമൽ ഖിയാമത്തി അലാ വുജൂഹിഹിം സുമ്മൻ വബുക്മാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് സഹാബത്തിനോട് പറഞ്ഞു, യൗമ യുസ്ഹബൂന ഫിന്നാരി അലാ വുജൂഹിഹിം ذوقൂ മസ്സ സഖർ. ഖുർആനിൽ പറഞ്ഞു, യൗമ യുസ്ഹബൂന ഫിന്നാരി അലാ വുജൂഹിഹിം, നരകത്തിലേക്ക് അവരെ മുഖം നിലത്ത് വെച്ചിട്ട് ഇങ്ങനെ വലിച്ചിങ്ങനെ കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ വേറെ ചില ആൾക്കാർ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കാല് മുകളിലേക്കായിട്ട് മുഖം കുത്തിയിട്ട് ഇങ്ങനെ നടക്കുന്ന ആൾക്കാരുണ്ട്. കാലിങ്ങനെ മുകളിലേക്കായിട്ട് മുഖം ഇങ്ങനെ കുത്തി നടക്കുന്ന ആൾക്കാരുണ്ട്. അവരാരാണ്? അവരൊക്കെ അള്ളാഹുവിന്റെ ദീനിയായ വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ട് അതൊന്നും സ്വീകരിക്കാത്ത ആൾക്കാർ, അതൊക്കെ തള്ളിക്കളഞ്ഞ ആൾക്കാർ, തന്നിഷ്ടപ്രകാരം മുന്നോട്ട് പോകുന്ന ആൾക്കാർ. എനിക്ക് ഞാൻ തോന്നിയ മാതിരി, അവിടെ ദീനുമില്ല, അള്ളാഹിന്റെ നിയമങ്ങളൊന്നുമില്ല, തനിക്ക് താൻ തോന്നിയ മാതിരി മൻകാന ഫീ ഹാദിഹി അഅമാ വമൻകാന ഫീ ഹാദിഹി അഅമാ ഫഹുവ ഫിൽ ആഖിറതി അഅമാ വഅദല്ലു സബീലാ എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ പറഞ്ഞതൊന്നും കേൾക്കാതെ അനുസരിക്കാതെ നടന്ന ആളുകള് അള്ളാഹു അവരെ ഈ രൂപത്തിലാണ് മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടുക. മൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശത്തൻ ദൻകാ എന്ന് മറ്റൊരായത്തിലും അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. 40 വിഭാഗത്തിലെ മറ്റൊരു വിഭാഗത്തെ പറ്റി മുത്ത് റസൂലുള്ളാഹി പറയുന്നത് ആരാണെന്നറിയോ? യുഹ്ശറൂന ഖാരിജത്തൻ അൽസിനത്തുഹും വഹും അസ്ഹാബുൻ നമീമ. നാവിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ചാടിയിട്ട്, നാവിങ്ങനെ ഫുള്ളായിട്ട് നാവ് പുറത്തേക്ക് ചാടുമ്പോൾ നാവിന് ഭയങ്കര വലിപ്പുണ്ടാവും, ഭയങ്കര വലിപ്പുണ്ടാവും, കാണാൻ ഭയങ്കര ഭീകരതയായി. എൻ്റെ നാട്ടിൽ ഒരാൾ അങ്ങനെ, എന്താണ് അള്ളാഹു അങ്ങനെ മരിക്കാൻ കാരണം എന്താണെന്ന് അറിഞ്ഞൂടാ. കാരണം അങ്ങനെ ഒരു മോശമായിട്ടൊന്നും പ്രത്യക്ഷത്തിൽ കണ്ടിട്ടില്ല. പ്രത്യക്ഷത്തിൽ അങ്ങനെ ആരെയും ശല്യപ്പെടുന്നത് കണ്ടിട്ടില്ല. അള്ളാഹു നമ്മൾ കാണാത്ത രൂപത്തിലൊക്കെ മനസ്സ് വളരെ മലീമസമായ ആൾക്കാരുണ്ടാവും. അള്ളാഹു നമ്മുടെ മനസ്സൊക്കെ നന്നാക്കി തെരുമാറാകട്ടെ. പ്രത്യക്ഷത്തിലൊക്കെ നല്ല ആളേക്കാൾ ഒരു മനുഷ്യനിക്ക് നന്മ ഉണ്ടാകുന്നതോ നല്ല രൂപത്തിൽ ജീവിക്കുന്നതോ ഒന്നും സഹിക്കൂല, ഒന്നും സഹിക്കൂല. ഒരു നല്ല കോലത്തിൽ ജീവിക്കുന്നത് സഹിക്കൂല. അതേമാതിരി അറിയാതെ പിത്തനുണ്ടാക്കുന്നുണ്ടാവും. അല്ലാഹു ഞാൻ നേരിട്ട് കണ്ടതാണ്. അയാൾ മരിക്കുന്നതിന് കുറച്ച് മുമ്പ്, എന്നെക്കാളും കുറച്ച് പ്രായം ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെ കണ്ടപ്പോ ആ നാവ് ഇങ്ങനെ നീണ്ടിട്ട് ഇങ്ങോട്ട് വന്നിട്ട് എത്ര വലിപ്പുണ്ടെന്ന് സംസാരിക്കാനും കഴിയുന്നില്ല ഈ രൂപത്തിൽ. അപ്പൊ ഇതിൻ്റെ ഒക്കെ ഒരു ഗതികേട് എന്തായിരിക്കും? അവിടെ സംബന്ധിച്ച് നമീമത്ത് ഏഷണി പറയുന്ന ആൾക്കാരെ അള്ളാഹു അങ്ങനെയാണ് ഒരുമിച്ച് കൂട്ടുകയാണ്. ഏഷണി പറയുന്ന ആൾക്കാർ എന്തിനാണത് പറയേണ്ട ആവശ്യം എന്താണ്? ഓരോരും കുറച്ചൊന്നും കൂടി ആയിക്കോട്ടെ, എന്തിനാ ഇപ്പൊ നമ്മൾ അങ്ങനൊക്കെ പറയുന്നത്? ഏഷണി പറയുന്ന ആൾക്കാർ, ഏഷണി പറയാൻ ഒരു പണിയില്ല, ഒരു പണിയില്ല. അത് പിടിച്ചു വെക്കാനാണ് പണി, അത് പിടിച്ചു വെക്കാനാണ് പണി. ഒരാളെ പറ്റി അന്വേഷണം നടത്തുമ്പോൾ, ഒരാളെ പറ്റി ചോദിക്കുമ്പോ അയാൾക്ക് ഇഷ്ടമില്ലാത്ത സംഗതി പറയും. ഇത് തന്നെയാണ് ഏഷണി എന്ന് പറഞ്ഞത്. അയാൾക്കില്ല ഇഷ്ടമില്ലാത്ത സംഗതികൾ പറയാം, അത് മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കാം. അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ ഈ അവസ്ഥയാണ് മഹ്ശറിൽ അവനക്ക് ഉണ്ടാവുക. നാവുകൊണ്ട് പുറത്തേക്ക് ചാടിയിട്ടാണ് അവനെ മഹ്ശറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമീമത്ത് പറയുന്ന, ഏഷണി പറയുന്ന ആൾക്കാരെ ഇവിടെ നിന്നുള്ളത് അവിടെ കൊടുക്കുക, അവിടെ നിന്നുള്ളത് മറ്റൊടുത്ത് കൊടുക്കുക. ഇങ്ങനെ ജനങ്ങൾ തമ്മിൽ അകൽച്ചയുണ്ടാക്കണം, വെറുപ്പുണ്ടാക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ഇത് പറയുന്ന ആൾക്കാർ, അതിനാണ് ഏഷണി എന്ന് പറയുന്നത്. ജനങ്ങൾ തമ്മിൽ അകൽച്ച ഉണ്ടാകണം, ഓര് തമ്മിൽ വെറുപ്പുണ്ടാകണം എന്ന് വിചാരിച്ചുകൊണ്ട് ഓനെ പറ്റി മറ്റവർക്കൊക്കെ വെറുപ്പ് വേണം. ഓനെ അങ്ങനെ കാട്ടിയതല്ലേ, ഓനെ മുഴുവനാണ്. ഓന്റെ കുട്ടിക്ക് കല്യാണം പറ്റേ, അപ്പൊ ഞാൻ അത് അങ്ങനെ ആക്കും, ഞാൻ ഇങ്ങനെ ആക്കും. അപ്പൊ അങ്ങനെ ജനങ്ങളെ തമ്മിൽ വെറുപ്പുണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആൾക്കാർ, അതിനാണ് നമീമത്ത് എന്ന് പറയുന്നത്. ഒരിക്കൊല്ലത്തിലാണ് മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടുക. വേറെ ചില ആൾക്കാരെ മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് ഹദീസിൽ കാണാം. അവർക്കുള്ള ബുതൂനുഹും കഅംസാലിൽ ജിബാൽ, ഓലെ വയറിങ്ങനെ ഭയങ്കര വലുപ്പുണ്ടാവും, മല പോലെ വലുപ്പുണ്ടാവും. ജിബാൽ എന്ന് പറഞ്ഞാൽ മല എന്നാണ്. മല പോലെ ഒരു വയറിങ്ങനെ വലുപ്പുണ്ടാവും. ഓർക്ക് നീക്കാനും പറ്റൂല, നടക്കാനും പറ്റൂല. ഒരു നടക്കാൻ വേണ്ടി നീക്കുമ്പോ തന്നെ വീഴും. എന്നിട്ടോ ഗുലിഅത്ത് ബിൽ ഹയ്യാത്തി വൽ അഖാലി, പോലെ വയറ്റിൽ നിറച്ച് പാമ്പുണ്ടുകളൊക്കെ ഉണ്ടാവും. ഇങ്ങനെ കാണുന്നതാണ്. ഒരു കുപ്പിന്റെ ഉള്ളിൽ മത്സ്യത്തെ കുപ്പിന്റെ അകത്താക്കിയാൽ, ഒരു പാമ്പിനെ കുപ്പിനകത്താക്കിയാൽ അത് പുറത്തുനിന്ന് കാണുന്ന മാതിരി
ഇവരുടെ ഇങ്ങനെ മല പോലെയുള്ള ഭയങ്കര വയറ്, ആ വയറിന്റെ ഉള്ളിൽ കൂടെ പാമ്പും തേളും അതിന്റെ ഉള്ളിൽ ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ കളിക്കുന്നത് പുറത്തേക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് ആൾക്കാർ മഹ്ശറിലുണ്ടാവും. അങ്ങനെ വലിയ വയറേറ്റ് പോലും ഇങ്ങനെ നടക്കുന്നുണ്ടാകും. നടക്കാനും കഴിയില്ല. കുറച്ചൊരു ഗ്യാസ് ഉണ്ടായാൽ തന്നെ നമുക്ക് പ്രയാസം, കുറഞ്ഞൊരു ഗ്യാസ് ഉണ്ടായാൽ തന്നെ പ്രയാസം. ഇതെല്ലാം കൂടി വയറ്റിലുണ്ടായി കഴിഞ്ഞാൽ എങ്ങനെ നടക്കാൻ കഴിയാം? അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആരാണത്? ഓഹം അക്കലത്തു റിബ, പലിശ തിന്നുന്ന ആൾക്കാരാണ്. പലിശ തിന്നുന്ന ആൾക്കാരാണ്, പലിശയുമായി ബന്ധപ്പെടുന്ന ആൾക്കാരാണ്. അക്കലത്തു റിബയാണ്, പലിശ തിന്നുന്ന ആൾക്കാരുമാണ്. ഏത് തരത്തിലുള്ള പലിശയാണെങ്കിലും ശരി, ആ പലിശ ഭക്ഷിക്കുന്ന ആൾക്കാർ ഒലാത്തക്കുൽ റിബ, നിങ്ങൾ പലിശ തിന്നരുത്, പലിശയുമായി ബന്ധപ്പെടരുത്. ലഅനല്ലാഹു ആക്കില റിബ വമൂക്കിലഹു വകാതിബഹു. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, പലിശ തിന്നുന്ന ആള്, അത് തീറ്റിക്കുന്ന ആള്, ഒരു കാരണവശാലും കുട്ടികൾക്ക് അത് കൊടുക്കരുത്. മക്കൾക്ക് പലിശയുമായി ബന്ധപ്പെട്ട ഒന്നും കൊടുക്കരുത്. ആ മക്കൾ പിന്നെ ഒരു നിലക്കും നന്നാവില്ല. ആ കുട്ടികൾ എന്ത് ചെയ്യും? ഇവിടെ കയ്പും. മക്കള്, പേരക്കുട്ടികള്, മരുമക്കള് ഓരോരുത്ത വളർന്നു വരുന്ന ആളുകൾക്ക് പലിശയുമായി ബന്ധപ്പെട്ടത് കൊടുത്താൽ ആ കുട്ടികൾക്ക് പിന്നെ നിസ്കരിക്കാനും തോന്നൂല, നല്ല കാര്യത്തിന് തോന്നൂല. ഈ വാപ്പ പ്രായമായാൽ വാപ്പാക്ക് നല്ലതൊന്നും ചെയ്യാൻ കഴിയില്ല, വാപ്പൊരു ഭാരായി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എത്ര കുടുംബത്തിലുണ്ട് എന്നറിയോ? എത്ര കുടുംബത്തിലുണ്ട് എന്നറിയോ? ഇടങ്ങറയിക്കണം, നോക്കിയിട്ട് ഇടങ്ങറയിക്കണം. വേറെ ആരും നോക്കാനുമില്ല, നോക്കിയിട്ട് ഇടങ്ങറയിക്കണി. എന്നും ഇങ്ങനെ കാഷ്ടവും മൂത്രമൊക്കെ എടുത്ത് വൃത്തിയാക്കി അങ്ങനെ ഇടങ്ങാറായിപ്പോയി എന്ന് അങ്ങോട്ട് കൊണ്ടുപോകണില്ല, ഓര് വിളിക്കണില്ല, പെങ്ങള് വിളിക്കണില്ല, ഏട്ടൻ കൊണ്ടുപോകണില്ല, മറ്റവര് കൊണ്ടുപോകണില്ല. എത്ര ആൾക്കാരാ പറഞ്ഞെന്നറിയും? അങ്ങോട്ട് കൊണ്ടുപോകണില്ല, ഒരു സഹകരിക്കണില്ല. എന്തിന്? ഉമ്മാനെ നോക്കാൻ, എന്തിന്? വാപ്പാനെ നോക്കാൻ. അതിനാ സഹകരിക്കണില്ല എന്ന്. വാപ്പാനെ നോക്കാൻ സഹകരിക്കണില്ല, ഉമ്മാനെ നോക്കാൻ സഹകരിക്കണില്ല. എന്റെ പെണ്ണുങ്ങൾക്ക് അങ്ങോട്ട് പോകണ്ടായിരുന്നു, അത് പോകാൻ കഴിഞ്ഞില്ല. അമ്മ വരെയുള്ളത് കൊണ്ട് പോകാൻ കഴിഞ്ഞില്ല, വാപ്പ വരെയുള്ളതുകൊണ്ട് പോകാൻ കഴിഞ്ഞില്ല. ഓര് പോയി, മറ്റോര് പോയി. ആരെ പറ്റി പറഞ്ഞത്? ഉമ്മാനെ പറ്റിയും അവനെ പറ്റിയിട്ടും, ഉമ്മാനെ പറ്റിയിട്ടും വാപ്പാനെ പറ്റിയായി പറയുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്തൊക്കെയാണ് വരാൻ പോകുന്നതെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇങ്ങനെ കുട്ടികള് നമുക്ക്, അത് എന്റെ അപ്പയാണ്, എന്റെ വാപ്പയാണ്, എന്റെ അമ്മയാണ്, ഓന് വളരെ വിഷമിച്ച് നമ്മളെ നോക്കിയതാണ് എന്നൊരു ചിന്ത കുട്ടികൾക്ക് വേണമെങ്കിൽ നല്ല ഭക്ഷണം കുട്ടികൾക്ക് കൊടുക്കണം. പരീക്ഷയുമായി ബന്ധപ്പെട്ടോ ആ മുതൽ നശിച്ചവും ആ കുടുംബം നശിച്ചവും. ആക്കിലത്തു റിബ, പലിശ തിന്നുന്ന ആൾക്കാരുടെ വയറിങ്ങനെ കാരണം ഈ രൂപത്തിലാണ്. അത് വിശുദ്ധ ഖുർആനിലും അവരെ പറ്റി പറഞ്ഞിട്ടുണ്ട്, വളരെ നിശിതമായി പറഞ്ഞിട്ടുണ്ട്. പലിശ തിന്നുന്നവര്, തീറ്റിക്കുന്നവര്, പലിശയെ സഹായിക്കുന്നവര്, അതിനുവേണ്ടി ഒത്താശ ചെയ്തു കൊടുക്കുന്നവര്, എല്ലാവരെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് വിശുദ്ധ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി മറ്റൊരു കൂട്ടം ആൾക്കാർ, യഹ്ശറൂന നാകിസി റൂസിഹിം വഅർജുലുഹും ഫൗക റൂസിഹിം തജ്രി മിൻ ഫുറൂജിഹിം അൻഹാറും മിനൽ ഖൈഹി വസ്സദീദ് ഹുമുല്ലദീന യസ്നൂൻ. മറ്റൊരു കൂട്ടം ആൾക്കാർ, അവർക്കുള്ള തല താഴ്ഭാഗത്താണ്. തല വെച്ചുകൊണ്ട് കാലിങ്ങനെ പൊന്തിട്ട്, കാലിങ്ങനെ വിടർത്തിയിട്ടാണ് അവരിങ്ങനെ പോവുക. കാലിങ്ങനെ വിടർത്തിയിട്ട് മുകൾ ഭാഗത്തേക്ക് കാലിങ്ങനെ പൊന്തിച്ചിട്ട് പോകുമ്പോ അവരുടെ ഗുഹ്യഭാഗത്ത് നിന്ന് ഇങ്ങനെ പൈപ്പിന്ന്, ഈ മറ്റേ കക്കൂസിന്റെ പൈപ്പിൽ നിന്ന് മലിനജലം പുറത്തേക്ക് വരുന്നത് പോലെ ഗുഹ്യഭാഗത്തിലൂടെ മലിനജലങ്ങളും ചീഞ്ചലങ്ങളും ഇങ്ങനെ പുറത്തേക്ക് വരും. അവരുടെ ഗുഹ്യഭാഗത്തിലൂടെ, ആണിന്റെയും പെണ്ണിന്റെയും ഗുഹ്യഭാഗത്തിലൂടെ പുറത്തേക്ക് ഇങ്ങനെ വരും. എല്ലാവരും ഇവനെ കൊണ്ട് സൂപ്പായല്ല കുറച്ച് പറ്റും, അല്ലെങ്കിൽ തന്നെ മഹ്ശർ ഇങ്ങനെ. പിന്നെ ഈ സാധനം വാസനിച്ചിട്ട് അടുക്കാൻ കഴിയില്ല. ഓഹും ഈ സിനൂൻ, വ്യഭിചരിക്കുന്ന ആൾക്കാരാണ് അവർ, വ്യഭിചരിക്കുന്ന ആൾക്കാർ. മറ്റൊരു ഇമാം സുയൂത്തി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, വ്യഭിചരിച്ച പെണ്ണിന്റെ ഗുഹ്യഭാഗത്തിലൂടെ ചലവും ചീഞ്ചലവും ഇങ്ങനെ ഒലിക്കുമ്പോ അത് നക്കി കുടിക്കും വ്യഭിചരിച്ച പുരുഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. തമ്മാടിത്തരം വ്യഭിചാരം ചെയ്ത ആണും പെണ്ണും ഈ കോലത്തിലാണ് മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടപ്പെടുക എന്ന് ധാരാളം ഹദീസുകളിലും മഹാന്മാരുടെ ഉദ്ധരണികളിലും കാണാൻ സാധിക്കും. അതൊക്കെ വിട്ടു നിൽക്കുക എന്നുള്ളത് ഇക്കാലത്ത് വലിയ പ്രയാസമാണ്.
വ്യഭിചാരത്തിനുള്ള എല്ലാ വഴികളും തുറന്നിട്ടുള്ള ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അള്ളാഹു നമ്മുടെ കുട്ടികളൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. കുട്ടികളൊക്കെ രക്ഷപ്പെടുത്താനുള്ള മാർഗങ്ങളെ പറ്റി നമ്മൾ ചിന്തിക്കാന്നല്ലാതെ വേറെ ഗവൺമെന്റും മറ്റും ചെയ്യുന്നത് നമ്മൾ കാത്തിരിക്കേണ്ട. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെയാണ് വ്യഭിചാരികളെ പറ്റി, വ്യഭിചാരിണികളെ പറ്റി പറഞ്ഞിട്ടുള്ളത്. യുഹ്ശറൂന മിൻ ഖുബൂരിഹിം വവുജൂഹും മിസ്ലുൽ ഖമരി ലൈലത്തുൽ ബദരി. ഇനി ഖബറിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ നല്ല സന്തോഷത്തോടു കൂടെ, നല്ല പ്രസന്നവാന്മാരായി, തെളിഞ്ഞ മുഖമായി, സന്തോഷത്തോടു കൂടെ, നല്ല സുഗന്ധം ഉള്ള രൂപത്തിൽ പുറത്തേക്ക് വരുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. നേരത്തെ നമ്മൾ ഒരുപാട് ആൾക്കാരെ പറ്റി പറഞ്ഞു. മനുഷ്യന്മാരെ കൂട്ടത്തിൽ അധികവും തമ്മാടികളും വടക്ക് ചെയ്ത ആൾക്കാരാണ് അധികം ഉണ്ടാവും. അധികവും അങ്ങനെ തന്നെ ഉണ്ടാവും. നല്ലത് ചെയ്ത ആൾക്കാരും നല്ല രൂപത്തിലുള്ള ആൾക്കാരും കുറവായിരിക്കും. അങ്ങനെ ഒരു കൂട്ടം ആൾക്കാർ വരും. ഖബറിൽ നിന്ന് അവർ പുറത്തേക്ക് വരുമ്പോൾ നല്ല വാസന ഉണ്ടാകും. അതേപോലെ തന്നെ നല്ല പ്രസന്നമായ മുഖമുണ്ടാവും, നല്ല ചൊറുക്കുണ്ടാവും. അതാരാണ്? അംബിയാ, ഒന്ന് അമ്പിയാക്കന്മാരാകുന്നു. ഉലമാഉ, രണ്ടാമത്തത് അള്ളാഹിനെ പേടിച്ച് ജീവിച്ച ആലിമീങ്ങളാകുന്നു. അള്ളാഹു കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ. വസ്സാലിഹൂൻ, മറ്റൊന്ന് സ്വാലിഹീങ്ങളാണ്. നല്ലതൊക്കെ ചെയ്യാൻ ഭാഗ്യം ലഭിച്ച ആൾക്കാരാണ്. നന്മകളൊക്കെ ചെയ്യാൻ ഭാഗ്യം ലഭിച്ച ആൾക്കാരാണ്. അതോടുകൂടെ തന്നെ പ്രസവത്തിൽ മരിച്ചുപോയ പെണ്ണ്, പ്രസവത്തിൽ മരിച്ചുപോയ പെണ്ണിന് വലിയ സ്ഥാനമാണ് ഇസ്ലാമിൽ. ഭയങ്കര സ്ഥാനം. ഷഹീദിന്റെ കൂലിയാണ്. അവൾക്ക് വലിയ സ്ഥാനമാണ് ഈ പ്രസവത്തിൽ മരിച്ചുപോയ പെണ്ണ്. കാരണം വല്ലാത്ത വേദന സഹിച്ചിട്ടുണ്ടാവും. മരണവേദന ഒന്ന് വേറെ, പ്രസവ വേദന വേറെ. രണ്ട് വേദന ഒരേ അവസരത്തിൽ സഹിക്കുകയാണ്. അപ്പോ ഈ സഹിക്കുമ്പോൾ അതിനനുസരിച്ച് പ്രതിഫലം കിട്ടും. പ്രസവത്തിൽ മരണപ്പെട്ടു പോയ പെണ്ണ് തന്റെ ഗുഹ്യഭാഗം മറ്റൊരു പുരുഷന് കാഴ്ചവെക്കാതെ വളരെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ച പെണ്ണ്. അതേപോലെ തന്നെ ഭർത്താക്കന്മാരെ അനുസരിക്കുന്ന പെണ്ണ്. ഭർത്താക്കന്മാരെ അനുസരിക്കലും ഗുഹ്യഭാഗം മറ്റൊരാൾക്ക് കൊടുക്കാതെ അങ്ങനെ സൂക്ഷിക്കുകയും ചെയ്യുന്ന പെണ്ണ്, അവളും ഖബറിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഈ രൂപത്തിലായിരിക്കുമെന്ന് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസ് ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ അവസ്ഥ മഹ്ശറിൽ ഒരുമിച്ച് കൂടേണ്ടത് എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞത് എല്ലാ ദിവസവും രാവിലെ സുബഹിക്ക് മുമ്പ് തന്നെ മരണത്തെ പറ്റി ഓർക്കണം എന്നാണ്. മരണത്തെ പറ്റിയിട്ട് പഠിച്ചോൻ ഇനി വയസ്സ് ഇപ്പൊ എത്ര ആയല്ലോ, ഇപ്പൊ എത്ര വയസ്സായല്ലോ, ഇനിയിപ്പോ എത്ര കാലം ഉണ്ടാവുക, എന്തിപ്പോ ഞാൻ ചെയ്തത്, ഞാനിപ്പോ എന്ത് ചെയ്തത്, എൻ്റെ അടുത്ത് ഇപ്പൊ എന്താ ഉള്ളത്, ഇനിയിപ്പോ എത്ര കാലം ഉള്ളത്, ആ കാലത്ത് ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റുക എന്നൊരു ചിന്ത എല്ലാ ദിവസവും രാവിലെ തന്നെ വേണം. രാവിലെ തന്നെ ആ ചിന്ത മനസ്സിലേക്ക് വരണം. രാവിലെ സുബഹിസ്കരിച്ചിട്ട് കെടുക്കണം എന്ന് ചിന്തിച്ച ഒരാളെ മനസ്സിലേക്ക് അത് പറ്റൂലല്ലോ, അത് പറ്റൂലല്ലോ, ഞാനിപ്പോ ഇനിയിപ്പോ എത്ര കാലം ഉണ്ടാവും, ഇനിയിപ്പോ എത്ര കാലം ഖുർആൻ ഓതാൻ സമയം, ഇനിയിപ്പോ എത്ര കാലം ദിക്ർ ചെല്ലാനുള്ള സമയം എന്നൊരു ചിന്ത രാവിലെ തന്നെ കടന്നു വരണം. അങ്ങനെ രാവിലെ തന്നെ കടന്നു വന്നാൽ ഓന്റെ ആ പ്രവർത്തനത്തിനൊക്കെ ഒരു ടൈം ടേബിൾ ഉണ്ടാവും, ഒരു ക്രമീകരണം ഉണ്ടാവും. ഇതിങ്ങനെ ആയാൽ പറ്റൂല, എന്തെങ്കിലും പോകുമ്പോൾ കൊണ്ടോണം, അങ്ങനെ ഈ രൂപത്തിൽ ഇങ്ങനെ ഒരു ലെവലില്ലാതെ ജീവിച്ചാൽ പറ്റൂല എന്ന രൂപത്തിൽ ഉറങ്ങുന്നത് വരേക്കുമുള്ള അവന്റെ പ്രവർത്തനത്തിലേക്ക് ഒരു കൺട്രോൾ ഉണ്ടാവും. രാവിലെ തന്നെ മരണത്തെ പറ്റി ചിന്തിച്ചാൽ അങ്ങനെയാണ് മഹാന്മാരായ ആൾക്കാർ പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ദീനിൽ 3 തരത്തിലുള്ള ബന്ധങ്ങളുണ്ട്. ഒന്ന് കുടുംബ ബന്ധം, രണ്ടാമത്തത് പെൺകെട്ട് ബന്ധം. പെൺകെട്ട് ബന്ധം എന്ന് പറഞ്ഞാൽ വിവാഹവുമായി ബന്ധപ്പെട്ട ബന്ധം. മൂന്നാമത്തത് മുലകുടി ബന്ധം. ഇതൊരു വിശാലമായ ബന്ധമാണ് ഈ മുലകുടി ബന്ധം എന്നുള്ളത്. മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, നിനക്ക് മുല തന്നൊരു പെണ്ണ്, നിനക്ക് മുലപ്പാല് തന്നൊരു പെണ്ണ്, നിന്റെ ഉമ്മയല്ലാത്ത ഒരു പെണ്ണ് നിനക്ക് മുലപ്പാല് തന്നാൽ ആ പെണ്ണ് നിന്റെ ഉമ്മയാണ്. 5 വട്ടം കൊടുക്കണം. മുലകുടി ബന്ധം സ്ഥിരപ്പെടണമെങ്കിൽ 5 വട്ടം കൊടുക്കണം. മുലകുടി ബന്ധം സ്ഥിരപ്പെട്ടാൽ അവരുമായി ബന്ധപ്പെട്ടവരുമായുള്ള വിവാഹബന്ധം ഹറാമാവും. വിവാഹബന്ധം നടത്താൻ പറ്റില്ല, അവരെ കാണാൻ പറ്റും, അവരെ കൂടെ യാത്ര ചെയ്യാൻ പറ്റും.
സ്വത്തവകാശം ഉണ്ടാവില്ല. മുലകുടി ബന്ധത്തിലൂടെ സ്വത്തവകാശം കിട്ടൂല. അതുപോലെ തന്നെ വിവാഹബന്ധത്തിലൂടെ വളരെ കുറഞ്ഞ വിവാഹബന്ധത്തിലൂടെ സ്വത്തവകാശം ഭാര്യ ഭർത്താക്കന്മാരെന്നല്ലാതെ വേറെ സ്വത്തവകാശം ഉണ്ടാവില്ല. വിവാഹബന്ധത്തിലൂടെ സ്വത്തവകാശം കിട്ടുന്ന ഭാര്യക്കും ഭർത്താവും ഒരു തമ്മിൽ സ്വത്തവകാശം ഉണ്ടെന്നല്ലാതെ അമ്മായിമാരുടെ സ്വത്ത് മരോനക്ക് കിട്ടൂല, മരോന്റെ സ്വത്ത് അമ്മായിമാർക്ക് പോകൂല. വേറെ ആരും തമ്മിൽ വിവാഹബന്ധത്തിൽ സ്വത്തവകാശമില്ല. ഭാര്യയും ഭർത്താവും തമ്മിൽ അവകാശം ഉണ്ടാവും. അത് ഭാര്യക്ക് ഭർത്താവ് മരിച്ചാൽ കുട്ടികളില്ലെങ്കിൽ, ഭർത്താവിന് കുട്ടികളില്ലെങ്കിൽ, ഭർത്താവിന് കുട്ടികളെന്ന് പറഞ്ഞാൽ ഭർത്താവിന് ഈ ഭാര്യയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാര്യയിലോ കുട്ടികളില്ലായില്ല. ഭർത്താവിന് വേറെ ഭാര്യയിൽ കുട്ടികളുണ്ടെങ്കിലും ഭർത്താവിന് കുട്ടികളുള്ളതായിട്ടാണ് പരിഗണിക്കപ്പെടുക. അങ്ങനെ ആകുമ്പോൾ ഭർത്താവിന് മക്കളില്ലെങ്കിൽ ഭാര്യയ്ക്ക് സ്വത്തിന്റെ നേർപകുതി കിട്ടും. ഭർത്താവിന്റെ നേർപകുതി സ്വത്ത് കിട്ടും. നേർപകുതിയല്ല, 4/1 അവകാശം കിട്ടും. 4/1 അവകാശം കിട്ടും ഭർത്താവിന് മക്കളില്ലെങ്കിൽ. ഭർത്താവിന് മക്കളുണ്ടെങ്കിൽ ഭാര്യക്ക് 8/1 അവകാശം കിട്ടും. നേരെ മറിച്ച് ഭാര്യ മരിക്കുമ്പോൾ ഈ ഭാര്യക്ക് മക്കളില്ലെങ്കിൽ, ഭാര്യക്ക് ഭർത്താവിലാവട്ടെ വേറെ ആരിലാവട്ടെ, ഈ ഭർത്താവിനല്ല വേറെ ഭർത്താവിന് മക്കളുണ്ടായിരുന്നാലും മക്കളുള്ളതായിട്ട് പരിഗണിക്കപ്പെടും. ആ ഭാര്യ മരിക്കുമ്പോൾ ഭാര്യക്ക് മക്കളില്ലെങ്കിൽ ഭർത്താവിന് നേർപകുതി സ്വത്ത് കിട്ടും. ഭാര്യക്ക് മക്കളില്ലെങ്കിൽ, ഭാര്യക്ക് മക്കളുണ്ടായിരുന്നാലോ ഭർത്താവിന് 4/1 കിട്ടും. അതിന് നേരെ തിരിച്ചാവുമ്പോൾ, അഥവാ ഭർത്താവിന്റെ സ്വത്തിൽ ഭാര്യയ്ക്ക് അവകാശം ഒന്നിരിക്കൽ 4/1 അല്ലെങ്കിൽ 8/1. ഭാര്യന്റെ സ്വത്തിൽ ഭർത്താവിന് അവകാശം ഒന്നിരിക്കൽ നേർപകുതി അല്ലെങ്കിൽ 4/1. ഈ രൂപത്തിലാണ് പരിശുദ്ധമായ ദീൻ ഇസ്ലാം വെച്ചത്. അതിലൊക്കെ ഒരുപാട് ഹിക്മത്തുകളും ഉണ്ട്. അപ്പൊ എവിടെ ഒരു പുരുഷൻ മരിക്കുന്ന അവസരത്തിൽ അവനക്ക് ഒരു ഭാര്യയുണ്ട്, ആ ഭാര്യയിൽ അവനക്ക് മക്കളൊന്നുമില്ല. നേരെ മറിച്ച് നേരത്തെ ഒരു കല്യാണം കഴിച്ചിരുന്നു, ആ കല്യാണം കഴിച്ചതിൽ അവനക്ക് മക്കളുണ്ടെങ്കിൽ ഇപ്പൊ നിലവിലുള്ള ഭാര്യക്ക് അവന്റെ സ്വത്തിൽ നിന്ന് 8/1 കിട്ടുള്ളൂ. കാരണം അവനക്ക് മക്കളുണ്ട്, ഇവളിലല്ല വേറെ ആളുടെ മക്കളുണ്ട്. അതല്ലെങ്കിൽ ഉണ്ടായാൽ മതി. അങ്ങനെ ഒരുപാടുണ്ടാവും. അവസാന സമയത്ത് ഭാര്യ മരിച്ചു പോയിട്ടുണ്ടാവും, എന്നിട്ട് ഇവന് വേറെ പെണ്ണെട്ടിട്ടുണ്ടാവും. വേറെ പെണ്ണെട്ടിട്ട് ആ പെണ്ണിന് ഇവനക്ക് കുട്ടികളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അവനക്ക് ആദ്യത്തെ ഭാര്യയിൽ കുട്ടികളുണ്ടെങ്കിൽ ഈ പെണ്ണിന്, ഇപ്പൊ നിലവിലുള്ള പെണ്ണിന് ഇവന്റെ സ്വത്തിൽ നിന്ന് 8/1 കിട്ടുള്ളൂ. 4/1 കിട്ടൂല, 8/1 കിട്ടും. അത് പരിശുദ്ധ ദീൻ ഇസ്ലാമിന്റെ നിയമം അങ്ങനെയാണ്. അപ്പൊ മുലകുടി ബന്ധത്തിലൂടെ സ്വത്തവകാശം കിട്ടൂല. മുലകുടി ബന്ധത്തിലൂടെ സ്വത്തവകാശം കിട്ടൂല. നേരെ മറിച്ച് കെട്ടൽ ഹറാമാകുന്ന ബന്ധമുണ്ടാകും. അപ്പൊ മുല തന്നതായ ഒരു പെണ്ണ് അത് 5 തവണ കൊടുക്കണം. 5 തവണ കൊടുക്കാന്ന് പറഞ്ഞാൽ ഈ കുട്ടി മുല കുടിച്ചിട്ട് സ്വമേധയാൽ ആ കുട്ടി മുല അവന്റെ വായിൽ നിന്നിട്ട്, ആ കുട്ടിന്റെ വായിൽ നിന്നിട്ട് ആ കുട്ടി മാറ്റി നിർത്തണം സ്വമേധയാൽ. കുട്ടികൾക്ക് അങ്ങനെ ഉണ്ട്, മുല കൊണ്ട് കുടിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് പിന്നെയും മുല കുടിക്കും. അങ്ങനെ അത് ഒരു വട്ടമായിട്ട് പരിഗണിക്കും. ആ കുട്ടി സ്വമേധയാൽ അങ്ങനെ മാറി നിന്നാൽ അതൊരു വട്ടമായി പരിഗണിക്കും. പിന്നെയും കുട്ടി മുല കുടിച്ച് സ്വമേധയാൽ കുട്ടി മാറി നിന്നാൽ 2ാമത്തെ വട്ടമായി പരിഗണിക്കും. ഒരേ അവസരത്തിൽ തന്നെ 5 വട്ടമോ അല്ലെങ്കിൽ പല അവസരത്തിലായിട്ട് 5 വട്ടമോ ഈ കുട്ടി മുല കുടിച്ചാൽ അങ്ങനെ മുലകുടി ബന്ധം സ്ഥിരപ്പെടുകയുള്ളൂ. ഇനി അത് പിഴിഞ്ഞിട്ട് പാത്രത്തിലാക്കി കൊടുത്താലും മതി. പിഴിഞ്ഞിട്ട് പാത്രത്തിലാക്കി കൊടുത്താലും മുലകുടി ബന്ധം സ്ഥിരപ്പെടും. ഇനി പിഴിഞ്ഞിട്ട് ചായയിൽ കലക്കി കൊടുത്താലും മതി, എന്നാലും മുലകുടി ബന്ധം സ്ഥിരപ്പെടും. ഇങ്ങനെ സ്ഥിരപ്പെടണമെങ്കിൽ 2 വയസ്സിന് മുമ്പായിരിക്കണം. കുട്ടി 2 വയസ്സാകുന്നതിന് മുമ്പ് പാല് കൊടുക്കണം. 2 വയസ്സിന്റെ ശേഷമുള്ള മുലപ്പാല് വയറ്റിൽ ചെന്നാൽ മുലകുടി ബന്ധം സ്ഥിരപ്പെടും. 2 വയസ്സിന്റെ മുമ്പായിരിക്കണം. അങ്ങനെ മുലകുടി ബന്ധം സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ അപ്പൊ ഒരു കുട്ടി ഒരു പെണ്ണിൽ നിന്ന്, ഒരു അന്യ പെണ്ണിൽ നിന്ന് മുല കുടിച്ചാൽ ആ പെണ്ണ് ഈ കുട്ടിയുടെ ഉമ്മയായി, ആ പെണ്ണിന്റെ അമ്മ ഈ കുട്ടിന്റെ വല്യമ്മയായി, ആ മുല കൊടുത്ത പെണ്ണിന്റെ സഹോദരി ഈ കുട്ടിന്റെ എളാമയും മൂത്തമ്മയുമായി. ഇനി ആ മുല കൊടുത്ത പെണ്ണിന് വേറെ ഒരു മകളുണ്ടായിരുന്നെങ്കിൽ, ആ പെണ്ണിന് മകളുണ്ടെങ്കിൽ ആ മകള് ഈ മുല കുടിച്ചവന്റെ സഹോദരിയായി. ഇങ്ങനെ ബന്ധങ്ങൾ പോകും. ആ പെണ്ണിന് മുല കൊടുത്ത ആ പെണ്ണിന് ഒരു മകനുണ്ടെങ്കിൽ ആ മകൻ ഈ മുല കുടിച്ചവന്റെ സഹോദരനായി മാറും. ആ മകന്റെ കുട്ടി ഇവനക്ക് സഹോദരന്റെ മകനാവും. ഇപ്പോ ഒരു പെണ്ണ്
മുല കൊടുത്തു. അപ്പൊ ആ പെണ്ണിന് ഒരു മകനുണ്ട്. ആ മകനിക്ക് ആ പെണ്ണിന് പിന്നെ മുലകുടിയിലുള്ള മകനോ അല്ലാത്ത രൂപത്തിലുള്ള മകനോ ഉണ്ട്. ആ പെണ്ണ് വേറൊരാൾക്ക് മുല കൊടുത്തിരുന്നു. ഇവനക്ക് മുല കൊടുത്ത മാതിരി തന്നെ വേറൊരാൾക്ക് കുറെ മുമ്പ് മുല കൊടുത്തിരുന്നു. അപ്പൊ ആ പെണ്ണിന്റെ മകനാണ്, മുലകുടിയുള്ള മകനാണ്. ആ മകൻ ഇപ്പൊ മുല കുടിച്ചവരുമായിട്ട് സഹോദരനാവും. ആദ്യം ആ പെണ്ണ് മുല കൊടുത്ത ആ മകനക്ക് ഒരു 25 വയസ്സായിരിക്കും. ആ 25 വയസ്സായ ആ മകനക്ക് ഒരു പെൺകുട്ടി ഉണ്ട്. ആ പെൺകുട്ടി ഇപ്പൊ മുല കുടിച്ച ഇവന്റെ സഹോദരന്റെ മകളാവും, സഹോദരന്റെ മകളാവും. ഇങ്ങനെ വിശാലമായ ഒരു ബന്ധമാണ് മുലകുടി ബന്ധത്തിലൂടെ വരുന്നത്. നേരെ മറിച്ച് ഞാനൊരു പെണ്ണിന്റെ മുല കുടിച്ചു, ആ പെണ്ണിന്റെ അമ്മാവും. നേരെ മറിച്ച് എന്റെ സഹോദരനക്ക്, എന്റെ ജ്യേഷ്ഠനോ അനുജനക്കോ ആ പെണ്ണേക്ക് ഒരു ബന്ധമില്ല. ഞാൻ മുല കുടിച്ചേ എനിക്ക് ബന്ധമായി. നേരെ നമ്മളമ്മ എല്ലാവർക്കും ബന്ധമാണല്ലോ. ഇതങ്ങനെ ഈ മുല കുടിച്ചാൽ അവര് തമ്മിലേ ബന്ധം ഉണ്ടാവുള്ളൂ, അവരുടെ ജ്യേഷ്ഠനും അനുജനും തമ്മിലും ബന്ധം ഉണ്ടാവില്ല. അങ്ങനെ വിശാലമായ ഒരു ബന്ധമാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബന്ധത്തെ പറ്റി പറഞ്ഞിട്ടത്. ഇനി ഭാര്യ, ഒരു ഭാര്യന്റെ അമ്മ, അമ്മായിമ്മ. ഭാര്യയ്ക്ക് ഒരാളെ മുലകൊടുത്ത്, ഒരു പെണ്ണ് മുലകൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പെണ്ണിനെ ഈ മരുമകനക്ക് കാണാൻ പറ്റും. എന്റെ ഭാര്യക്ക് മേലെ പറമ്പെന്നൊരു പെണ്ണ് മുലകൊടുത്ത് വിചാരിച്ചു, എന്റെ ഭാര്യക്ക് മേലെ പറമ്പെന്നൊരു പെണ്ണ് മുലകൊടുത്താൽ ആ പെണ്ണിനെ എനിക്ക് കാണാം. കാരണം എന്റെ ഭാര്യന്റെ അമ്മയാണ്, എന്റെ ഭാര്യ. ആ പെണ്ണിനെ കാണാൻ പറ്റൂ, ആ പെണ്ണിന്റെ അമ്മാനും കാണാം, ആ പെണ്ണിന്റെ സഹോദരിയൊന്നും കാണാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ഭാര്യക്ക് ആരെങ്കിലും മുല കൊടുത്താൽ ആ മുല കൊടുത്ത ആള് നമ്മുടെ അമ്മായിമ്മയായിട്ട് പരിഗണിക്കപ്പെടും. നമ്മുടെ അമ്മായിമാരെ നമുക്ക് കാണാനോ. അപ്പൊ ഭാര്യക്ക് മുല കൊടുത്ത പെണ്ണിനെ നമ്മുടെ അമ്മായിമ്മയായിട്ട് കാണാൻ പറ്റും. അപ്പൊ എന്റെ ഭാര്യക്ക് ഭാര്യന്റെ അമ്മാന്റെ അനുജത്തി കുഞ്ഞിമ്മ മുല കൊടുത്തുക, എളിയമ്മ മുല കൊടുത്തുക. ഭാര്യന്റെ ഉമ്മയുടെ അനുജത്തിയെ എനിക്ക് കാണാൻ പറ്റൂല, അമ്മായിമാന്റെ അനുജത്തിനും ജ്യേഷ്ഠത്തിനും എനിക്ക് കാണാൻ പറ്റൂല. പക്ഷെ ഈ അനുജത്തിന് എനിക്ക് കാണാം, കാരണം എന്റെ ഭാര്യക്ക് മുല കൊടുത്തോണ്ട്. അപ്പൊ എന്റെ ഭാര്യക്ക് മുല കൊടുത്തോണ്ട് എനിക്ക് അനുജത്തിനെ കാണാൻ പറ്റും. ആ കുഞ്ഞുമാനെ കാണാൻ എനിക്ക് കാണാൻ പറ്റും. ഞാൻ കാണലുണ്ട്, സംസാരിക്കലുണ്ട്, ഒക്കെ ചെയ്യലുണ്ട്. അപ്പൊ അതൊരാൾ സംശയമാക്കി, എന്താ വാസുവിലേര് ഒരു അന്യ പെണ്ണിനെ കാണണം എന്താ വെച്ചു. അതേപോലെ അന്യ പെണ്ണല്ല, അതിന്റെ അമ്മായിമ്മ എനിക്ക് 2 അമ്മായിമുണ്ട്. ഒരമ്മായിമ്മ അതാണ്, ഒരമ്മായിമ്മ അതാണ്. അപ്പൊ ഒരുപാട് അമ്മായിമ്മ ഉണ്ടാവും. അങ്ങനെ മുല കൊടുത്താൽ അമ്മായിമ്മ കൂടും, അമ്മായിമ്മയുടെ ഒരുപാട് കൂടും. അങ്ങനെ കാണാൻ പറ്റും. അപ്പൊ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമില് ഈ മുലകുടി ബന്ധത്തിനൊക്കെ ഭയങ്കര പവറാ കൊടുത്തിട്ടുള്ളത്. ഈ മുല കൊടുത്ത ഈ പെണ്ണിന്റെ ഭർത്താവ്, ഈ പെണ്ണിന്റെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഈ മുലപ്പാൽ ഒരു പെണ്ണിനുണ്ടാകണമെങ്കിൽ അവള് ഒരു പുരുഷനുമായി ബന്ധപ്പെടണം. ഒരു പുരുഷനുമായി ബന്ധപ്പെട്ടാലേ മുലപ്പാൽ ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ മുലപ്പാലിന്റെ അവകാശിയായ, മുലപ്പാൽ ഉണ്ടാവാൻ നിമിത്തമായ ഭർത്താവ്, ആ ഭർത്താവ് മുല കുടിച്ച ആളുടെ ഉപ്പയാണ്. അപ്പോ എൻ്റെ മകള് ഇപ്പോ ഭാര്യന്റെ അനുജത്തിന്റെ മുലൊടിച്ചു, എളാമാനെ മുലൊടിച്ച് സങ്കല്പിച്ചു. അങ്ങനൊക്കെ ഉണ്ട്. എളാമാനെ പിന്നെ എളാമാൻ, എന്റെ എളാമാന്റെ മോള് കുടിച്ചാൽ ആ എളാമാനെ കെട്ടിയ ഭർത്താവ്, ആ ഭർത്താവ് എന്റെ മോളപ്പയാണ്. അപ്പൊ എന്റെ മോൾക്ക് ആ ഭർത്താവിനെ കാണാം. എളാമാന്റെ ഉമ്മന്റെ അനുജത്തിന്റെ ഭർത്താവിനെ കാണാം. ഉമ്മന്റെ അനുജത്തിന്റെ ഭർത്താവിന് എന്റെ മോൾക്ക് കാണാം. ഭർത്താവിനെ കാണാം എന്നല്ല, ഭർത്താവിന്റെ വാപ്പാനെയും കാണാം, ഭർത്താവിന്റെ സഹോദരിമാരെയും കാണാം. ഭർത്താവിന്റെ സഹോദരന്മാരെ വാപ്പാന്റെ 5 കേട്ടവരല്ലേ, അവരെയും കാണാം. അങ്ങനെ വിശാലമായ ഒരു ബന്ധമാണ് മുലകുടി ബന്ധത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് എന്ന് ഇടയ്ക്ക് വെച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ മുലകുടി ബന്ധം ഉണ്ടെങ്കിൽ അത് പബ്ലിഷ് ചെയ്യണം, അറിയിക്കണം. അറിയിക്കാതിരുന്നാൽ ചിലപ്പോൾ കെട്ടുബന്ധം നടക്കും. മുലകുടി ബന്ധത്തിൽ കെട്ടാൻ പാടില്ലാത്ത ആളുകൾ കെട്ടുന്ന അവസ്ഥ വരും. അപ്പൊ കെട്ടുബന്ധം നടക്കും. ആ കെട്ടുബന്ധം നടക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ വരുന്നത് കൊണ്ട് മുലകുടി ബന്ധം ഉണ്ടെങ്കിൽ അത് കുടുംബത്തിൽ പബ്ലിഷ് ചെയ്യണം. കുടുംബത്തിൽ അത് അറിഞ്ഞിരിക്കണം. കുടുംബത്തിൽ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇങ്ങനെ വിഷയങ്ങൾ കടന്നു വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സാലിഹ്യങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജല്ല ജലാലുവായ അല്ലാഹു
പ്രയാസങ്ങളും വിഷമങ്ങളുമുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരുടെയൊക്കെ പ്രയാസങ്ങളും വിഷമങ്ങളും അല്ലാഹു ദൂരീകരിച്ച് റാഹത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ചായയും പലഹാരവും നമുക്ക് നൽകുന്ന ആ സഹോദരന്റെ എല്ലാവിധ ഹലാലായ ഉദ്ദേശങ്ങളും അല്ലാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. അവരിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കൊക്കെ അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളൊക്കെ അല്ലാഹു സാലിഹ്യങ്ങളാക്കി തീർക്കുമാറാകട്ടെ. ഈ രാജ്യത്ത് മുസ്ലിമീങ്ങൾക്ക് ഇസ്സത്തോടുകൂടെ ജീവിക്കുവാനുള്ള എല്ലാ മാർഗങ്ങളും അല്ലാഹു എളുപ്പാക്കി തീർക്കുമാറാകട്ടെ. കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും എല്ലാം ഭരണം നടത്തുന്ന ആളുകൾക്ക് അല്ലാഹു മുസ്ലിമീങ്ങളോട് കിറുഫട്ട് കൊടുക്കുമാറാകട്ടെ. അവരെ ദുൽമ ചെയ്യുന്നതിൽ നിന്ന് അവരെ അല്ലാഹു അകറ്റി നിർത്തുമാറാകട്ടെ. അല്ലാഹു മുസ്ലിമീങ്ങൾക്ക് നന്മ ചെയ്യുന്ന ആളുകളിലേക്ക് എല്ലാവിധ ഭരണങ്ങളും അല്ലാഹു ഏൽപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. അല്ലാത്തവരിൽ നിന്ന് അല്ലാഹു എല്ലാ ഭരണങ്ങളും എടുത്തു മാറ്റുമാറാകട്ടെ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നാമേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി. അസ്സലാമു അലൈക്കും.